കണ്ടില്ലേ, അവർ സ്റ്റേജിലേക്ക് കയറുമ്പോൾ ഒരു 100 മൊബൈൽ ഫോൺ അതിൻ്റെ കൂടെ പിന്നാലെ വരുന്നുണ്ട്. Wow. Glittering in gold. They are setting the stage on fire. Also requesting Sajita and Shafi to please come on stage. Directors of Excite Media, Ms. Sajita Jasmine and Shafi Kunnath, requesting you to come on stage. വളരെ എളിമയാണ്. എൻ്റെ ആവശ്യമില്ല. ഇവിടെ ഓൾറെഡി 2 സെലിബ്രിറ്റീസ് വേദി നിറഞ്ഞു നിൽക്കുന്നുണ്ട്, ഞങ്ങളുടെ ആവശ്യമില്ല എന്ന് അവർ പറയുന്നത്. ഐ ഹാവ് ടു സേ ബോത്ത് ഓഫ് യു ആർ ലുക്കിംഗ് സോ അടിപൊളി, മിന്നിത്തിളങ്ങാണ് സ്റ്റേജിൽ, ലുക്കിംഗ് വണ്ടർഫുൾ. അപ്പം എന്ത് തോന്നുന്നു, നമ്മുടെ ഒരു മൈക്കും കൂടിയും കിട്ടുമോ നമുക്ക്? കെൻ വി? യെസ്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് ആദ്യം ചോദിക്കാം അല്ലേ, എങ്ങനെയുണ്ട് കാര്യങ്ങളെന്നൊക്കെ, തിരൂർ ഇഷ്ടമായോ എന്ന്? സോ എന്ത് തോന്നുന്നു, ഹൗ ഇസ് ദ ക്രൗഡ് ഇൻ തിരൂർ? ഇവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും എൻ്റെ വലിയ നമസ്കാരം, അസ്സലാമു അലൈക്കും. സത്യം പറഞ്ഞാൽ തിരൂർ നമ്മുടെ നാട് തന്നെയാണ്. ഞാൻ കുറ്റിപ്പുറമാണ്. എപ്പോഴും ഫ്രണ്ട്സൊക്കെ, എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സൊക്കെ തിരൂർ, താഴെപ്പാലം, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഉള്ളതാണ്. തിരൂർക്ക് എപ്പോഴും വരാറുണ്ട്. ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാനൊക്കെ ആയിട്ട് പണ്ട് ഉമ്മാൻ്റെ ഉപ്പാൻ്റെ കൂടെ വന്ന നല്ലൊരു ഓർമ്മയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ഈ ഫുള്ള് ഇതുള്ളതുകൊണ്ട് എനിക്ക് ഓഡിയൻസിനെ കാണാൻ നല്ലവണ്ണം പറ്റുന്നില്ല. പക്ഷേ ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ഇപ്പോൾ കണ്ടു ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ഓഡിയൻസ്. ഒരുപാട് സന്തോഷം. ഇങ്ങനൊരു ഇവൻറ്റിനെ ക്ഷണിച്ചതിലും ഇവിടെ വരാൻ സാധിച്ചതിലും ഒക്കെ ഒരുപാട് സന്തോഷമുണ്ട്. എക്സ്പെഷ്യലി ഞങ്ങളെ ക്ഷണിച്ചത് ഇത്താൻ്റെ മകളാണ്. അവൾ എപ്പോഴും സ്റ്റിൽ കോൺടാക്റ്റിൽ ഇന്ന് ജാസി നീ വരൂലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എൻകറേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഓക്കെ ഇന്ന് വരാം, നമ്മുടെ നാടിൻ്റെ അടുത്തല്ലേ, പോകുമ്പോൾ പിന്നെ വീട്ടിൽ പോയിട്ട് ഉമ്മാൻ്റെ നല്ല ചോറും മോരുകറിയും ഉണക്കമീൻ വറുത്തൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് കൊച്ചിയിൽ നിന്ന് വന്നതാണ്. ഒരുപാട് സന്തോഷം, നിങ്ങളൊക്കെ കണ്ടതിലും കാണാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. എല്ലാവരും പറയും ആശി സംസാരിക്കലെന്ന്. ഇന്ന് ഞാൻ മൈക്ക് ആഷിക്ക് കൊടുക്കുകയാണ്, ആശി സംസാരിക്കട്ടെ അല്ലേ? അതന്നെ, ആശി സംസാരിക്കട്ടെ. പിന്നെ ഓക്കെ, പിന്നെ എൻ്റെ മാസ്റ്റർ പീസ് നിങ്ങൾ കൂടെ പാടൂലേ? അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് പൊന്നു സഖി എന്തിനാ പിണക്കമെന്നോടെന്തിനാ, അല്ല പൊന്നി കൽബുവേദന, എന്നെ കെട്ടി വീട്ടിലാക്കി നാട് വിട്ടതെന്തിനാ, മിണ്ടൂല ഞാൻ മാരനെ, മിണ്ടൂല ഞാൻ മാരനെ. താങ്ക് യു. എന്തെങ്കിലുമൊക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ തിരൂരിൽ ഫസ്റ്റ് ടൈമാണ്. തിരൂരിൽ നിന്ന് മലപ്പുറത്തെ ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ കിട്ടില്ല. ജാസി ഇപ്പം മനസ്സിലായില്ലേ, ആഷിക്ക് ഇങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കാൻ ഭയങ്കര മടിയാണ്. ഞാൻ ഇങ്ങനെ പിടിച്ച് വലിച്ച് എൻ്റെ കൂടെ വീഡിയോക്ക് നിൽക്കുന്നു പറഞ്ഞിട്ട് പാവം വന്ന് നിൽക്കുന്നതാണ്. അങ്ങനെ സോഷ്യൽ മീഡിയ അല്ല ഇങ്ങനെ വരാനൊന്നും വലിയ താല്പര്യമുള്ള ആളല്ല. എസ്പെഷ്യലി എല്ലാ എന്താ പറയുക ഇൻഫ്ലുവൻസിൻ്റെ ഹസ്ബൻഡ്സുമാരും ഏകദേശം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എൻ്റെ 2-3 ഫ്രണ്ട്സിലൊക്കെ ഹസ്ബൻഡുമാർ അങ്ങനെ തന്നെയാണ്. പിന്നെ ആഷിയാണ് കുറച്ച് മുന്നോട്ടൊക്കെ വന്ന് എൻ്റെ കൂടെ വീഡിയോസൊക്കെ നിന്നത്. ഇപ്പോൾ തെൻസിർഖാൻ്റെ ആൽബം ഇറങ്ങി, അതിലൊരുമിച്ചാണ് അഭിനയിച്ചതൊക്കെ. ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാൻ സാധിച്ചത്, നിങ്ങളൊക്കെ കാണാൻ സാധിച്ചാലും എക്സ്പെഷ്യലി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ആഷിൻ്റെ ആദ്യത്തെ വരവാണ് മലപ്പുറത്തേക്ക്, അതും തിരൂരിലേക്ക്. അപ്പോൾ നല്ലൊരു സ്വാഗതം നമുക്ക് ചെയ്യണ്ടേ, നല്ലൊരു കയ്യടിയോട് കൂടിയിട്ട്. ഒച്ച ഉണ്ടാക്കാം, ബഹളം ഉണ്ടാക്കാം. കമോൺ, ലെറ്റ്സ് മേക്ക് സം നോയ്സ് ഫോർ ദ ലവ്ലി ജാസി ആൻഡ് ആഷി. ഇനി ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന്, എക്സൈറ്റ് മീഡിയയുടെ ഭാഗത്തുനിന്ന് ഒരു സ്നേഹോപഹാരം. വി ആർ ഗോയിങ് ടു പ്രസന്റ് എ ടോക്കൺ ഓഫ് ലവ്, എ ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ ടു ദിസ് ലവ്ലി കപ്പിൾ ജാസി ആൻഡ് ആഷി. സോ requesting Mr. Shafi and Ms. Sajita Jasmine to hand over a token of love, a token of appreciation to the one and only Jazzy and Ashi. Thank you so much. Kibitz Brandscape 2025 ഭാഗമായതിൽ ഒരുപാട് നന്ദി. ഒരു മിനിറ്റ്. Jazz.
ഓക്കെ, ഒരു പബ്ലിക് റിക്വസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം സാധിച്ചു തന്നേ പറ്റൂ ജാസീം. എല്ലാവർക്കും ഒരു ചെറിയൊരു പാട്ട് ഇവിടെ പാടി, എന്നാലും ഞങ്ങൾക്ക് ഒരു പെർഫോമൻസ് എന്ന രീതിയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പാട്ട് പാടി തരണം. റെഡിയാണോ? യെസ്, വേണ്ടേ? പാട്ട് കേൾക്കണ്ടേ ജാസീൻ്റെ? സോ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഹംബിൾ റിക്വസ്റ്റ് ആണ്, ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട്. മൈക്ക് കോർഡ്ലെസ് വേണോ? ഇവിടെ ഒരുപാട് പേര് പാടി, എല്ലാ സിംഗേഴ്സും അടിപൊളിയായിരുന്നു. അത് വെച്ച് എന്നെ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ഞാൻ പക്കാ മാപ്പിള സോങ്ങും മാത്രം പാടുന്ന ഒരു വ്യക്തിയാണ്. എനിക്കറിയാവുന്ന ഒരു പാട്ട് ഞാൻ പാടാം. ഹലോ, ഒട്ടകങ്ങൾ വരി വരി വരിയായി, കാരക്ക മരങ്ങൾ നിര നിര നിരയായി, ഒട്ടിടുമേ ഉയരത്തിൽ മലയുള്ള മരുഭൂമി വിലസിടുന്നു. തിടുത്തോർ മരത്തിൻ്റെ കനികളും ചിറാതെന്ന കിളികളും ചുടുകാറ്റിനൊലികളും, ഇടയ്ക്കിടയ്ക്ക് കച്ചോട സംഘങ്ങൾ പോകുന്ന പാതകളും. പരിശുദ്ധ ഖുർആൻ വന്നിറങ്ങിയ ദിവിടം, പരിപൂർണ്ണ റസൂലുള്ള പിറന്നതും ഇവിടം. പരിശുദ്ധ ഖുർആൻ വന്നിറങ്ങിയ ദിവിടം, പരിപൂർണ്ണ റസൂലുള്ള പിറന്നതും ഇവിടം. നിസാമിന്റെ കവിതകൾ ഉറവിട്ട ദിവിടം, വസനവം കുറവിയ മറവിക്കട്ടിവിടം. ഒട്ടകങ്ങൾ വരി വരി വരിയായി, കാരക്ക മരങ്ങൾ നിര നിര നിരയായി, ഒട്ടിടുമേ ഉയരത്തിൽ മലയുള്ള മരുഭൂമി വിലസിടുന്നു. ഉലകവും വഴി വിളക്കിവിടം, ഉടമയും അടിമയും നിരോധിച്ച ദിവിടം. ഉലകങ്ങൾക്കകിലവും വഴി വിളക്കിവിടം, ഉടമയും അടിമയും നിരോധിച്ച ദിവിടം. പല പനബി മക്കൾ പിറന്നതും ഇവിടം, പകലൊളി വെളിച്ചമായി തിളങ്ങിടും ഇവിടം. ഒട്ടകങ്ങൾ വരി വരി വരിയായി, കാരക്ക മരങ്ങൾ നിര നിര നിരയായി, ഒട്ടിടുമേ ഉയരത്തിൽ മലയുള്ള മരുഭൂമി വിലസിടുന്നു. ഒരു വാക്ക് ഷഹാദത്ത് തളിരിട്ട ദിവിടം, ഒളിചന്ദ്ര കലയുള്ള കൊറിൽ പാറും ഇവിടം. ഒരു വാക്ക് ഷഹാദത്ത് തളിരിട്ട ദിവിടം, ഒളിചന്ദ്ര കലയുള്ള കൊടി പാടും ഇവിടം. കറുത്തവർ വെളുത്തവർ വിഭിന്നമില്ലിവിടം, കലയുടെ താരകൾ മുഴങ്ങിടും ഇവിടം. തൊടുത്തത്തിൽ തോർ മരത്തിൻ്റെ കനികളും ചിറാതെന്ന കിളികളും ചുടുകാറ്റിനൊലികളും, ഇടയ്ക്കിടയ്ക്ക് കച്ചോട സംഘങ്ങൾ പോകുന്ന പാതകളും. ഒട്ടകങ്ങൾ വരി വരി വരിയായി, കാരക്ക മരങ്ങൾ നിര നിര നിരയായി, ഒട്ടിടുമേ ഉയരത്തിൽ മലയുള്ള മരുഭൂമി വിലസിടുന്നു. താങ്ക് യു.
കൊള്ളായിരുന്നോ? ഇഷ്ടപ്പെട്ടിരുന്നോ? ശരി, താങ്ക് യു സോ മച്ച്. താങ്ക് യു ജാസി. പോവാനായിട്ടില്ല, ഇനിയുമുണ്ട് കാര്യങ്ങൾ. ജാസി, ആഷി പ്ലീസ് കം ബാക്ക് ഓൺ സ്റ്റേജ്. ഒരു ചെറിയ കാര്യം കൂടിയുണ്ട്. ആഷി നേരത്തെ പറഞ്ഞല്ലോ മലപ്പുറം ആദ്യമായിട്ടാണ് വരുന്നത്, തിരൂർ ആദ്യമായിട്ടാണ് വരുന്നത്. മലപ്പുറത്തുള്ളവർ എൻറ്റയർ മലപ്പുറം, കാരണം ഞാനും ഒരു മലപ്പുറംകാരിയാണ്, ഞങ്ങളൊക്കെ ഒരുപാട് തുറന്ന മനസ്സോടെ സ്നേഹിക്കുന്ന വ്യക്തികളാണ്. ആ സ്നേഹത്തിൻ്റെ ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞങ്ങളുടെ ഓഡിയൻസിൽ ഒരു BBA സ്റ്റുഡൻറ്റ് ഉണ്ട്, റെന എന്നാണ് പേര്. അവരൊരു ഗിഫ്റ്റായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ദേ വാണ്ട് ടു ഹാൻഡ് ഓവർ എ ടോക്കൺ ഓഫ് ലവ്, ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ്. എന്താണെന്നുള്ളത് കണ്ട് തന്നെ അറിയണം. അവരുടെ മനോഹരമായ ഒരു പോർട്രേറ്റാണ് റെന വരച്ചിരിക്കുന്നത്. സോ താങ്ക് യു റെന ഫോർ ഗിവിംഗ് ദിസ് ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ്. ഇതാണ് മലപ്പുറം, ഇതാണ് തിരൂർ, അല്ലേ? യെസ്. താങ്ക് യു ജാസി, താങ്ക് യു ആഷിം. അപ്പം അങ്ങനെ നമ്മുടെ സെൻസേഷണൽ ഇൻഫ്ലുവൻസർ കപ്പിൾ സ്റ്റേജിൽ കയറി ഇറങ്ങി. ഇനി അടുത്ത സെലിബ്രിറ്റീനെ വിളിക്കാൻ പോവാണ്. ഒരു സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഒരു ടൈറ്റിൽ ലഭിക്കുക എന്ന് പറയുന്നത് ചില്ലറ പണിയല്ല. ഇറ്റ് ഡസ് നോട്ട് ഓൺലി ടേക്ക് ബ്യൂട്ടി, it takes hard work, it takes passion, it takes talent, it takes intelligence and brains. And this year the Miss Kerala 2025 title was